ഹായ്, എൻ്റെ പേര് ആൻസി. വെൽക്കം ടു ഗ്ലൂ അല. അങ്ങനെ വീഡിയോ എടുത്ത് അത്രയും ശീലമൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഒരു ടയറിങ് ഡേ ഇൻവോക്കായിരുന്നു. ഒരു പുലർച്ചെ 2:30 ഒക്കെ ആയപ്പോഴാണ് കഴിഞ്ഞത്. 2:30 ആയപ്പോൾ ഞാൻ ലാപ്ടോപ്പ് അടച്ചു വെച്ചു. സാധാരണ കഴിയുമ്പോൾ 4 മണി ആവാറുണ്ട്. അത് കറക്റ്റ് ഡ്യൂട്ടി ടൈം കഴിയുക 2:30 ആണെങ്കിൽ പോലും എക്സ്റ്റെൻഡ് ചെയ്ത് ചിലപ്പോൾ 4 മണിയാവും, ചിലപ്പോൾ 5 മണിയൊക്കെ ആവാറുണ്ട്. ഇത് ഞാൻ ഒന്നും നോക്കിയില്ല. കറക്റ്റ് 2:30 ആയപ്പോൾ നിർത്തി. ലാപ്ടോപ്പ് അടച്ചു വെച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ ഇറങ്ങാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 4 മണി ഒക്കെ ആയപ്പോൾ ഇറങ്ങി. അവിടെ നിന്ന് ചെന്ന് വഴിയിലൊരു കടയിൽ ഒരു ഹോട്ടലിൽ നിർത്തി. കാരണം വീട്ടിൽ നിന്നൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പുലർച്ചയ്ക്ക് എണീറ്റതാണല്ലോ. ഒരു മസാല ദോശയും ഒരു നെയ്റോസ്റ്റ് വാങ്ങിച്ചു. ഈവൻ ദോ ഞാനൊരു നെയ്റോസ്റ്റാണ് വാങ്ങിച്ചതുണ്ടെങ്കിലും എൻ്റെ പാത്രത്തിൽ മസാല കാണാം. ഞാൻ മുമ്പിലിരുന്ന മിസ്റ്റർ ഹസ്ബൻഡ് എന്നെ പ്ലേറ്റിൽ നിന്ന് കയറ്റ് വാരിയതാണ്. നല്ല ദോശയായിരുന്നു, നല്ല കാപ്പിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇത് ഈ ഹോട്ടൽ വരുന്നത് എക്സാക്ട് വൈമാളിൻ്റെ തൃശ്ശൂർ തൃപ്രയാർ വൈമാളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നല്ല സർവീസായിരുന്നു. നല്ല വിശപ്പുള്ളത് കൊണ്ടും ഇത്ര ദൂരം ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും നേരൊക്കെ വെളുത്തിട്ടുണ്ട്. നിറയെ കിളികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു. ചെറിയ ചെറിയ പട്ടിക്കുട്ടികൾ കുറേ ഉണ്ടായിരുന്നു. ഒരാൾ നമ്മുടെ കൂടെ കൂടിയിരുന്നു. അവിടെ എത്തിയപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ഒരാൾ മീൻ വീശാനായിട്ട് വലയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വല വീശുമെന്ന് നോക്കി ഞാൻ കുറേ നേരം നിന്നെങ്കിലും ആളവിടെ ആ നിപ്പ് നിന്നു എന്നല്ലാതെ വല വീശിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കടലൊക്കെ നോക്കി നിന്ന് അവിടെ നിന്ന് പതുക്കെ അങ്ങ് നടന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും 2-3 ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിരുന്നു. ഈ കടലിന് ഭയങ്കരമായിട്ടൊരു ഹീലിംഗ് പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ കുറേ നേരം നമ്മൾ അവിടെ പോയി കുറേ നേരം നോക്കി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമോ സമാധാനമോ എന്തൊക്കെയോ കിട്ടും. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് കടൽ കാണാൻ വന്നത്, ഏറ്റവും ആദ്യം കടൽ കാണാൻ വന്നത് അതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഓർമ്മയിൽ അതാണ്. അന്ന് നമുക്ക് കാറും ഒന്നുമില്ല. അപ്പച്ചനൊരു ബൈക്കുണ്ട്. പക്ഷേ ഞങ്ങൾ 5 ആളാണ്. എനിക്ക് 2 അനിയത്തിമാരുണ്ട്. അപ്പോൾ 5 ആൾക്ക് കൂടിയിട്ട് ബൈക്കിൽ വരാൻ പറ്റില്ല, കുറച്ചധികം ദൂരം ഉണ്ടല്ലോ. അത് ഞങ്ങൾ ബസ് കയറിയിട്ട് വരുന്നത്. ബസ് കയറി വരിക എന്ന് പറഞ്ഞാൽ 3 ആളുടെയും 2 ജോഡി ഡ്രസ്സ് വെച്ചിട്ട് വേണം. ഞങ്ങൾ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നനഞ്ഞിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് തിരിച്ച് ബസ്സിൽ വരാൻ പറ്റില്ല. അപ്പോൾ ഓരോ ജോഡി ഡ്രസ്സ്, അതുപോലെ തന്നെ നനഞ്ഞാൽ മാറാനുള്ള ഡ്രസ്സ്, നനഞ്ഞു കഴിഞ്ഞാൽ തോർത്താനുള്ള തോർത്തുകൾ, നനഞ്ഞ ഡ്രസ്സ് ഇടാനുള്ള വേറെ സെപ്പറേറ്റ് കവറുകൾ, അങ്ങനെ ഒരു വലിയ ബിഗ് ഷോപ്പർ നിറച്ച് 1-2 ബിഗ് ഷോപ്പർ നിറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് അന്ന് ബസ്സിൽ വരുന്നത്. അത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വരുന്നത്. വന്ന് കടലിൽ കളിക്കുന്നതും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. പക്ഷെ വെള്ളം എനിക്ക് അന്നും ഇന്നും കുറച്ച് പേടിയുള്ള കാര്യമാണ്. ഞാനധികം വെള്ളത്തിൽ കളിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ അപ്പച്ചൻ നീന്തൽ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് കുളത്തിൽ കൊണ്ടുപോയിരുന്നു. പക്ഷെ അധിക കാലമൊന്നും പോയിട്ടില്ല. നീന്തൽ എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ വെള്ളം എന്ന് പറഞ്ഞ ചെറിയൊരു പേടിയുള്ള സംഭവമാണ് എനിക്ക്. പക്ഷെ അന്ന് ചെറുപ്പത്തിൽ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. പ്രത്യേകിച്ച് കടലിൽ കളിക്കുക. കടലിലെ വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ഉപ്പുവെള്ളമാണ്. രണ്ടാമത്തെ കാര്യം, നിറച്ച് നമ്മൾ കടലിൻ്റെ ഉള്ളിൽ കയറിയിട്ടല്ലല്ലോ കളിക്കുന്നത്. ചെറിയ കുട്ടികളല്ലേ, തൊട്ട് ഈ മണലിൻ്റെ അടുത്ത് നിന്നിട്ടല്ലേ. അപ്പോൾ ഈ വെള്ളം കയറുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ മണൽ കയറും. മണലും വെള്ളം കൂടി കയറി കഴിയുമ്പോൾ ഡ്രസ്സ് ഭയങ്കര ഹെവി ആയിരിക്കും. വെള്ളത്തിൽ കളിക്കുമ്പോഴൊക്കെ നല്ല സുഖമായിരിക്കുന്നുണ്ടെങ്കിലും കളി കഴിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നെ ഡ്രസ്സ് മാറുന്നതും അതുപോലെ തന്നെ ആ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. അങ്ങനെ കുറേ നേരം കളിച്ച് കഴിഞ്ഞ് ഞങ്ങളന്ന്
ഡ്രസ്സൊക്കെ മാറി ഞങ്ങളെ 3 അമ്മ ഡ്രസ്സൊക്കെ മാറ്റി. അന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചെറിയൊരു വാഷ്റൂം പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എനിക്കറിയില്ല. ചെറുതായിട്ട് മേലൊക്കെ കഴുകിച്ചിട്ട് ഈ നനഞ്ഞ ഡ്രസ്സുകളൊക്കെ ഒരു സെപ്പറേറ്റ് കവറിലാക്കി മാറ്റി. എന്നിട്ട് പുതിയ ഡ്രസ്സൊക്കെ ഞങ്ങൾക്ക് ഇടിച്ചു തന്നു. പക്ഷേ ഈ നനഞ്ഞ ഡ്രസ്സിന്റെ കവറ് നല്ല ഹെവി ആയിരുന്നു. അത്ര എളുപ്പമായിരുന്നില്ല. കാരണം ഒരാളുടെ രണ്ടാമത് ഞങ്ങളുടെ 3 അമ്മയുടെയും അപ്പച്ചൻ്റെ എല്ലാവരുടെയും ഡ്രസ്സുകൾ അങ്ങനെ നനഞ്ഞത് പാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വന്ന ഉഷാറൊന്നും ഉണ്ടായതല്ല തിരിച്ചു പോകാനായിട്ട്. വെള്ളത്തിൽ കളിച്ച് കഴിയുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. വിശക്കുമ്പോൾ കഴിക്കാനായിട്ട് അന്ന് എന്തൊക്കെയോ പഴംപൊരിയോ എന്തൊക്കെയോ സ്നാക്സൊക്കെ അമ്മ പാക്ക് ചെയ്ത് ഇട്ടിരുന്നു. അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ച് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ദൂരം നടക്കണമായിരുന്നു ആ ബസ് സ്റ്റോപ്പിലേക്ക്. ആ ബസ് സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ നടന്ന് വന്ന് അവിടെ നിന്ന് ബസ് കാത്ത് കുറേ നേരം നിന്ന്. അതാ ബസ് കാത്ത് നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് കാറ് വാങ്ങിച്ചിട്ട് വരണം കടൽ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. കാറ് വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെയും അവിടെ പോയിട്ടുണ്ടെങ്കിലും ആ ബസ് കാത്തുള്ള നിപ്പ് അത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബസ് കാത്ത് വെറുതെ ഉള്ള നിപ്പല്ല, കുറെ നനഞ്ഞ തുണികളും തോർത്തും എല്ലാതും കൂടിയിട്ട് പിടിച്ചിട്ട് നമ്മൾ കളി കഴിഞ്ഞ് വയ്യാണ്ടായി എക്സോസ്റ്റഡ് ആയിട്ടുള്ള ഒരു നിപ്പ്. അവിടുന്ന് ബസ് കയറി വന്ന് തൃശ്ശൂർ കയറി വീണ്ടും ബസ് മാറി കയറിയിട്ടൊക്കെയാണ് അന്ന് വീട്ടിൽ വന്നത്. ഇന്നതാ ഇപ്പോ ഞങ്ങള് വന്ന് മണലില് കളിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേസാണ്. കടലിൽ വന്ന മണലിൽ കളിക്കണം. വെള്ളത്തിൽ ഞാൻ ഇറങ്ങിയില്ല. വെള്ളത്തിൽ കടലിൽ ഇറങ്ങുക എന്ന് പറയുന്നത് അന്ന് കയറിയൊരു ട്രോമയാണ്. ഇപ്പോഴും ആ ഡ്രസ്സ് നനഞ്ഞ ഡ്രസ്സിന്റെ ആ വെയിറ്റ് ഞാൻ മറന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ കാലൊക്കെ ഒന്ന് നനയ്ക്കും എന്നല്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങി കളിക്കല് വളരെ കുറവാണ്. പ്രത്യേകിച്ച് കടലിലെ വെള്ളത്തിൽ. അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ കുറച്ചൊക്കെ ആണെങ്കിലും കടലിലെ വെള്ളത്തിൽ ഞാൻ ഒട്ടും ഇങ്ങനെ പ്രിഫർ ചെയ്യാറില്ല ഇറങ്ങാനായിട്ട്. കടൽ കാണാനാണ് എനിക്ക് അതിലിറങ്ങി കളിക്കുക എന്നതിനേക്കാളും ഇഷ്ടം. വർത്താനൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ ആമ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആമയുടെ മുകളിലുള്ള ഡിസൈൻസ് വരച്ചു കൊടുക്കുക. പിന്നെ ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഡിസൈൻസ് ഉണ്ടല്ലോ. ആമയുടെ ബോഡി വെച്ച് നോക്കുമ്പോൾ തല ഭയങ്കര വലുതായോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു നാളികേരമാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ആമയുടെ തലയായിട്ട് ഒരു നാളികേരം വെച്ചിട്ട് അതിന്റെ മുകളിലാണ് മണലിട്ടിരിക്കുന്നത്. എന്ത് രസമല്ലേ ആമയുടെ മുകളിലുള്ള ഡിസൈനൊക്കെ, ഷെല്ലുമൊക്കെ എങ്ങനെയാ അത്ര കറക്റ്റായിട്ട് ഡിസൈനൊക്കെ വരുന്നതെന്ന് അറിയില്ല. ഞാൻ കടലിലെ ആമേനെ കണ്ടിട്ടുള്ളത് സൂവിലാണ്. തൃശ്ശൂര് ചെമ്പുക്കാവിലൊരു സൂ ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച സ്കൂൾ അതിന്റെ തൊട്ടു മുമ്പിലായിരുന്നു കൊണ്ട് തന്നെ എല്ലാ കൊല്ലവും ഞങ്ങളെ സൂ കാണിക്കാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോഴാണ് ഞാൻ ആമേനെ ആദ്യമായിട്ട് കാണുന്നത്. അത്യാവശ്യം വലുപ്പം വരുന്ന ഒരാമയായിരുന്നു അവിടുത്തെ. ഇപ്പോഴത് അവിടെ ഉണ്ടോന്ന് അറിയില്ല. സൂ ഇനി അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. സൂ ഇനി അവിടെ നിന്ന് മാറ്റുകയാണ്. ഈ വരുന്ന അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ ആഴ്ച അതൊന്നും ഉദ്ഘാടനം വരുന്ന പുത്തൂർക്ക് മാറ്റുകയാണ്. അപ്പൊ അവിടെ കഴിയുമ്പോൾ നമുക്ക് പോയി കാണാം ഒരു ദിവസം. അപ്പോൾ ആമയുടെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ലെങ്കിലും എങ്ങനെയുണ്ട് ഞങ്ങളുടെ ആമ എങ്ങനെയുണ്ടെന്ന് പറയണേ. ഒരു സൈഡിലെ കാലുകൾക്ക് ഇച്ചിരി നീളം കൂടുതയോ അതോ വാലിന് ഇച്ചിരി നീളം കൂടിയോ അങ്ങനെ ആമേനെയൊക്കെ ഉണ്ടാക്കി കയ്യിലൊക്കെ നിറച്ച് മണലാക്കി അതൊക്കെ തട്ടിക്കളഞ്ഞ് ഞങ്ങളവിടെ നിന്ന് പോരെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ ഫോർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.